സാധാരണ ഇതിൽ സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രതിമൂർച്ച ഉണ്ടാകാറില്ല. അതുപോലെ അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹമില്ലാതെ ബന്ധപ്പെടുകയാണെങ്കിൽ, ഒരു കടമ നിർവഹിക്കാൻ വേണ്ടി ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് ശരിക്കും ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ലൂബ്രിക്കേഷൻ ഉണ്ടാകാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും കടമ നിർവഹിക്കുന്ന ഒരവസ്ഥയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പുരുഷനത് വേദനാജനകമായി വരെ മാറാറുണ്ട്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് സ്ത്രീകളിൽ നിന്നും പുരുഷൻ ആഗ്രഹിക്കുന്നത്. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ താഴെ കിടന്നിട്ട് മേലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഒരവസ്ഥ വരാറുണ്ട്. അതാണ് അവർക്ക് ലൈംഗികമായിട്ട് നല്ലൊരു മൂർധന്യാവസ്ഥയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. ആ ചലനമൊന്നുമില്ലാതെ ഒരു വാഴക്കഷ്ണം പോലെ അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം പോലെ അവിടെ കിടക്കുന്നതല്ല പുരുഷന്മാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു രതിമൂർച്ചയിലേക്ക് പോകാറാവുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ത്രീയുടെ ഊരഭാഗം മേലോട്ടും താഴോട്ടും ഓട്ടോമാറ്റിക്കലി ഉയരുന്നതും താഴുന്നതും കാണാം. അതുപോലെ തന്നെ പുരുഷനെ വരിഞ്ഞു മുറുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. കിസ് ചെയ്യുക, ഹഗ് ചെയ്യുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ടാവും. ഇനി മറിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രതിമൂർച്ച വന്നു കഴിഞ്ഞാൽ സാധാരണ പുരുഷനപ്പുറത്തേക്ക് തളർന്ന് കിടക്കും. സ്ത്രീകൾ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണിത്. അതെന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രതിമൂർച്ച വന്നു കഴിഞ്ഞാലും സ്ത്രീയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുരുഷൻ കിടക്കണം എന്നുള്ളതാണ് അവരുടെ സ്ത്രീകളുടെ ആഗ്രഹം. ഈ ആഗ്രഹം ശരിക്കും നിറവേറ്റാൻ ഒട്ടുമിക്ക പുരുഷന്മാർക്കും കഴിയില്ല. കാരണം ശുക്ലവിസർജനത്തോടുകൂടി അവർ ശാരീരികമായി തളർന്നു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇനി അത് കൃത്രിമമായിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുക എന്നൊക്കെ പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം സാധിക്കും, എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല.